വലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മുടെ ആലിമീങ്ങൾ, കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ, ശംസുലുലമ അടക്കമുള്ള ആലിമീങ്ങൾ പറയുന്നത് കേൾക്കുക. അവരാണ് നമുക്ക് ദീൻ പറഞ്ഞു തന്നത്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചത് എന്താ വെച്ചാൽ, സമസ്തയുടെ ഭരണഘടനയും അതുപോലെ തന്നെ സോനിയറൊക്കെ നോക്കിയാൽ കാണാം, വഹാബിയാണ് നിൽക്കണമെങ്കിൽ, വ്യക്തമായ വഹാബിസം പ്രചരിപ്പിക്കുന്ന ആളാണ് നിൽക്കുന്നതെങ്കിൽ അതിനെതിരെ ഒരു ഹിന്ദുവിന് വോട്ട് ചെയ്താലും വഹാബിക്ക് വോട്ട് ചെയ്യരുത്. വഹാബികൾ നമ്മുടെ സമൂഹത്തിലെ ക്യാൻസറാണ്. ജമാഅത്തെ ഇസ്ലാമി, വഹാബി തുടങ്ങിയ പുത്തൻ പ്രസ്ഥാനങ്ങൾക്ക് വോട്ട് ചെയ്യരുതെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭരണഘടനയുള്ളതാണ്. ദീനിനെ മുൻതൂക്കം കാണുന്ന ആളുകൾ, സുന്നത്ത് ജമാഅത്തിന് മുൻതൂക്കം കാണുന്ന ആളുകൾ അങ്ങനെ ചെയ്യും. സുന്നത്ത് ജമാഅത്ത് അടക്കട്ടെ, ദീൻ അടക്കട്ടെ, ലീഗാണ് വലുത്, അല്ലെങ്കിൽ കോൺഗ്രസ്സാണ് വലുത്, അല്ലെങ്കിൽ മാർക്സിസ്റ്റാണ് വലുത് എന്ന് പറയുന്നവർ, എന്ന് വിശ്വസിക്കുന്നവർ ചെയ്യൂല. അവർ ചെയ്തുകൊണ്ടിരിക്കും, അവർക്ക് അങ്ങനെ പോട്ടെ. അപ്പം അതുകൊണ്ട് വഹാബിയാണോ നിൽക്കുന്നതെങ്കിൽ വഹാബിക്ക് വോട്ട് ചെയ്യരുത്. അത് കോൺഗ്രസ് ആയാലും ലീഗായാലും മാർക്സിസ്റ്റായാലും ദീനിന് മുൻതൂക്കം നൽകുക. അതിന് ഒരു ഹിന്ദുവിന് വോട്ട് ചെയ്താൽ അടുത്ത സ്ഥാനാർത്ഥി ഹിന്ദുവാണ്, ആ ഹിന്ദുവിന് വോട്ട് ചെയ്യണം. കാരണം ഹിന്ദുക്കൾ നമ്മൾ മുസ്ലിങ്ങൾ മുശ്രിക്കാന്ന് പറയണില്ല, മുസ്ലിങ്ങളാന്നാ പറയുക. വഹാബി പറയണത് നമ്മൾ മുശ്രിക്കാണെന്നാണ്, ബഹുദൈവ വിശ്വാസികളാണെന്നാണ്. അപ്പം അതുകൊണ്ട് അത് ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും.